മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടപ്പാട്ടൂര് വീട്ടിലേക്ക് തിരിച്ചെത്തിയ വൈജയന്തി ബാലചന്ദ്രൻ ഉറങ്ങിക്കിടന്നപ്പോൾ ബാലചന്ദ്രന്റെ കാൽക്കൽ വീണ് ഒരുപാട് നേരം കരഞ്ഞു. ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് അവൾക്ക് മാപ്പ് കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം വൈജയന്തി ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സ്നേഹനികേതനിൽ ആരോ വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. സാധാരണ ഔതക്കുട്ടിച്ചാനാണ് സന്ദർശകരെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏറ്റെടുക്കാറുള്ളത്. തീരെ ബോറടിക്കുമ്പോൾ അയാൾ ഡോർമെറ്ററിലേക്ക് പോയി അവിടെയുള്ള വൃദ്ധരുമായി സംസാരിച്ചു കൊണ്ടിരിക്കും. രേവതിക്കുട്ടി വരാന്തയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ വരാന്തയുടെ നടുവിലെ ചതുരം തൂണിൽ ചാരി നിൽക്കുന്നത് കണ്ടു. ഒരു ബാഗ് നിലത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ സൂര്യരശ്മികൾ നേരെ കണ്ണിലേക്ക് അടിച്ചതിനാൽ ഒരു സ്ത്രീരൂപം മാത്രമേ ആദ്യം കണ്ടുള്ളൂ. കണ്ണു ചിമ്മി അല്പം നീങ്ങിയപ്പോൾ ഒരു ഉൾക്കിടലത്തോടെ അവൾ ആളെ തിരിച്ചറിഞ്ഞു. വൈജയന്തി, അരിണി ചേച്ചിയുടെ അമ്മ. രേവതിക്കുട്ടി അത്ഭുത സ്തബ്ധയായി നിമിഷങ്ങളോളം നിന്നുപോയി. സ്ഥലകാലബോധം വീണ്ടും കിട്ടിയപ്പോൾ അവൾ വേഗം അടുത്തേക്ക് ചെന്നു. അയ്യോ, എപ്പോഴാ വന്നത്? ആരും കണ്ടില്ലേ? എന്താ ഇരിക്കാത്തത്? വൈജയന്തി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് രേവതിക്കുട്ടിക്ക് സംശയമായി. തന്നെ മനസ്സിലായിട്ടില്ലേ? രേവതിക്കുട്ടിയാ ഞാൻ. എറണാകുളത്ത് മാമച്ചനങ്ങളുടെ വീട്ടിൽ നിന്നിരുന്ന. അറിയാമെന്ന് വൈജയന്തി തലയാട്ടി. അവൾ രേവതിക്കുട്ടിയുടെ കരം ഗ്രഹിച്ചു. കൈത്തണ്ടയിൽ തെരുപ്പിടിപ്പിച്ചുകൊണ്ട് എന്തോ പറയാനുള്ളതുപോലെ അല്പസമയം നിന്നു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ടിരിക്ക്. എങ്ങനെയാ വന്നത്? ബസ്സിലാണോ? രേവതിക്കുട്ടി ചോദിച്ചു. മുറ്റത്തോ ഗേറ്റിന് വെളിയിലോ വാഹനമൊന്നും കണ്ടില്ല. വൈജയന്തി ഒന്ന് മൂളി. അവർ കുനിഞ്ഞു ബാഗ് എടുത്തപ്പോൾ രേവതിക്കുട്ടി അത് പിടിച്ചെടുത്തു. യാത്ര ചെയ്തു വന്നതല്ലേ, ഞാൻ എടുത്തോളാം. വരാന്തയിൽ സന്ദർശകർക്കായി ഒരു ഭാഗം ഇരിപ്പിടങ്ങളോടെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വൈജയന്തിയെ അവിടെ ഇരുത്തണോ അകത്തേക്ക് കൊണ്ടുപോകണോ എന്ന് രേവതിക്കുട്ടി സംശയിച്ചു. അകത്ത് പ്രത്യേക ഇരിപ്പുമുറിയൊന്നുമില്ല. സ്നേഹനികേതനിൽ അംഗസംഖ്യ കൂടിയതോടെ സൗകര്യങ്ങൾ പരിമിതമായി തീർന്നിരിക്കുകയാണ്. ഇങ്ങോട്ടിരിക്കണേ. രേവതിക്കുട്ടി വൈജയന്തിയെ വരാന്തയിലെ ചാരു ബെഞ്ചിൽ ഇരുത്തി. അവൾ അവരുടെ അരികെ തന്നെ ഇരുന്നു. ബാഗ് ബെഞ്ചിൽ തന്നെ വെച്ചു. അലിനി ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല. പപ്പ വന്നിട്ടുണ്ടായിരുന്നു. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിട്ട് രണ്ടുപേരും കൂടി മാർക്കറ്റിൽ പോയതാ, രേവതിക്കുട്ടി പറഞ്ഞു. വൈജയന്തിക്ക് എന്തെങ്കിലും പറയാൻ അല്പം സമയം അവൾ അനുവദിച്ചു. പക്ഷേ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. രേവതിക്കുട്ടിക്കും ഇനി എന്തു പറയണമെന്ന് അറിയാതെയായി. അവൾ എഴുന്നേറ്റു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഔതക്കുട്ടിച്ചാൻ ഇവിടെയുണ്ട്. അലിനി ചേച്ചിയുടെ വല്യപ്പച്ചൻ കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. വൈജയന്തി രേവതിക്കുട്ടിയെ നോക്കി മന്ദഹസിച്ച് പതിയെ തലയാട്ടി. ഞാൻ ഇപ്പൊ വരാമേ. ആകെ പരിഭ്രമിച്ചതുപോലെയാണ് രേവതിക്കുട്ടി ഡോർമെറ്ററിലേക്ക് ഓടിച്ചെന്നത്. ഔതക്കുട്ടിച്ചാൻ പതിവ് പോലെ ചെവിക്ക് അല്പം കേൾവിക്കുറവുള്ള ഉലഹന്നാൻ ചേട്ടന്റെ കിടക്കരികിൽ ഒരു സ്റ്റൂളിലിരുന്ന് വെടി പൊട്ടിക്കുകയാണ്. ഉലഹന്നാൻ വല്ലതും കേൾക്കണമെങ്കിൽ വെടി പൊട്ടിക്കണമെന്നാണ് ഔതക്കുട്ടിച്ചാന്റെ അഭിപ്രായം. വല്യപ്പച്ച, രേവതിക്കുട്ടി കിതപ്പോടെ വിളിച്ചു. അയാൾ തലതിരിച്ചു നോക്കി. നിന്നെ ആരെങ്കിലും ഓടിച്ചോടി കൊച്ചേ? വല്യപ്പച്ചൻ ഇങ്ങോട്ടൊന്ന് വന്നേ. സംഗതി അല്പം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഔതക്കുട്ടിച്ചായൻ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് രേവതിക്കുട്ടിയുടെ പുറകെ ചെന്നു. അലിനി ചേച്ചിയുടെ അമ്മ വന്നിട്ടുണ്ട് വല്യപ്പച്ച. നേരോ? ഔതക്കുട്ടിച്ചായനും ഒന്ന് പകച്ചു. നേര്, വരാന്തയിൽ ഇരിപ്പുണ്ട്. നീ ചോദിച്ചില്ലേ എന്തിനാ വന്നതെന്ന്? ചോദിക്കണോ വല്യപ്പച്ച? നമുക്കറിയരുതോ? മോളെ കാണാൻ വന്നതല്ലേ. കൃത്യം അവളില്ലാത്ത നേരത്ത് തന്നെ. എപ്പോഴാണോ വന്നത്? ബെല്ലടിച്ചതൊന്നും കേട്ടില്ലല്ലോ. ആരും അറിഞ്ഞില്ലെന്നേ. കറണ്ട് ഉണ്ടോ ബെല്ലടിക്കുന്നത് കേൾക്കാൻ? ഉച്ചയ്ക്ക് കട്ടായതല്ലേ. ഏതായാലും അവള് വന്ന് കണ്ടിട്ടല്ലേ പോകത്തുള്ളൂ. നീ ഇങ്ങ് വിളിച്ചോണ്ട് വാ. വല്യപ്പച്ചനും കൂടി വാ. ഔതക്കുട്ടിച്ചാനും കൂടി വരാന്തയിലേക്ക് ചെന്നു. അയാളെ കണ്ടതും വൈജയന്തി എഴുന്നേറ്റു. അലിനി ചേച്ചിയുടെ വല്യപ്പച്ചനാ, രേവതിക്കുട്ടി പരിചയപ്പെടുത്തി. വൈജയന്തി വൃദ്ധന്റെ നേർക്ക് കൈകൂപ്പി. ഔതക്കുട്ടിച്ചാനും ഒന്ന് ശിരസ് നമിച്ചു. നിങ്ങൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? രേവതിക്കുട്ടി ചോദിച്ചു. വൈജയന്തി ഔതക്കുട്ടിച്ചാനെ ഒന്ന് നോക്കിയിട്ട് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. മുൻപ് കണ്ടിട്ടില്ലെങ്കിൽ കൂടി ഔതക്കുട്ടിച്ചാന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ബബിതയുടെ ഒരു മുതിർന്ന പതിപ്പ്. ബബിത കുളത്തൂപ്പുഴയിൽ താമസിച്ചപ്പോൾ ഔതക്കുട്ടിച്ചാനുമായി നല്ല ഇണക്കത്തിലായിരുന്നു. അയാൾ സങ്കല്പിച്ചിരുന്നതുപോലെ വൈജയന്തി വലിയ ദേഷ്യക്കാരിയോ അഹങ്കാരിയോ ആണെന്ന് തോന്നിയില്ല. ശാന്തമായ മുഖം, ശാന്തമായ കണ്ണുകൾ. പ്രായം എത്രയായാലും ഉള്ളതിനേക്കാൾ കുറച്ചേ തോന്നിക്കുന്നുള്ളൂ. തന്റെ മകന്റെ ഭാര്യയായി വരേണ്ടിയിരുന്ന പെണ്ണായിരുന്നല്ലോ ഇവളെന്ന് ഔതക്കുട്ടിച്ചായൻ അല്പം വല്ലായ്മയോടെ ഓർത്തു. താൻ മനസ്സ് വച്ചിരുന്നെങ്കിൽ
അവർ ഒരുമിച്ച് ജീവിച്ചേനെ. ഇവളുടെ അച്ഛനും അമ്മാവനും ആങ്ങളമാരും താനും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് ഇവളുടെ ജീവിതം പരാജയപ്പെട്ടത്. ഇവൾ പ്രസവിച്ച മകൾ ഒരനാഥയായി ദീർഘകാലം ജീവിക്കേണ്ടി വന്നത്. തന്റെ മകന്റെ ജീവിതം ദുരിതപൂർണമായതും മാതാപിതാക്കൾ ദുരഭിമാനത്തിന്റെയും ജാതിമതങ്ങളുടെയും ഈടിന്മേൽ നടത്തുന്ന ക്രൂരമായ ചില ഒത്തുകളികളിൽ മക്കളുടെ ജീവിതത്തെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളുന്നതിന്റെ ഉദാഹരണങ്ങൾ തന്റെ മുന്നിൽ ആരൂപങ്ങളായി നിൽക്കുന്നത് ഇന്ന് അവതക്കുട്ടിച്ചാൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ താനെന്ന് ലാലച്ചനോട് ഇവളുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇവരുടെ ജീവിതം എത്രയധികം സന്തോഷപ്രദമായേനെ എന്ന് അയാൾ കുറ്റബോധത്തോടെ ഓർത്തു. ഇവിടെ ഇരിക്കണ്ട, ഇങ്ങകത്തോട്ട് കയറിപ്പോരെ, സൗകര്യങ്ങൾ കുറവാണെന്നേയുള്ളൂ. അവതക്കുട്ടിച്ചാൻ മനസ്സിൽ യാതൊരുവിധ കാലുഷ്യവുമില്ലാതെ വൈജയന്തിയെ ക്ഷണിച്ചു. വൈജയന്തി അവതക്കുട്ടിച്ചാന്റെ പിന്നാലെ അകത്തേക്ക് നടന്നു. ബാഗ് എടുത്തുകൊണ്ട് രേവതിക്കുട്ടിയും ചെന്നു. ഇതും ഒരു വീടാ, അവതക്കുട്ടിച്ചാൻ പറഞ്ഞു. ഒരു വലിയ കുടുംബം. ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലെന്നോ ഉണ്ടെന്നോ വൈജയന്തി മറുപടി പറഞ്ഞില്ല. ഓഫീസ് മുറിയിലാണ് വൈജയന്തിയെ കൊണ്ടുചെന്നത്. അവിടെ ഒരു മേശയും 2 കസേരയും കട്ടിലും അലമാരിയും കിടപ്പുണ്ടായിരുന്നു. 2 വർഷം മുൻപ് ബ്രീത്താമ്മ കിടക്കാനായും ഓഫീസ് കാര്യങ്ങൾക്കായും ആ മുറിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് അതിഥി മുറിയായും കൂടി ഉപയോഗിക്കപ്പെടുന്നു. അവതിക്കുട്ടിച്ചായൻ അവിടെയാണ് കിടക്കാറുള്ളത്. അങ്ങോട്ടിരുന്നോ, അവതിക്കുട്ടിച്ചായൻ കസേര ചൂണ്ടിക്കാട്ടി. അയാൾ കട്ടിലിൽ ഇരുന്നു. അമ്മ ഇരിക്ക്. രേവതിക്കുട്ടി വൈജയന്തിയുടെ തോളത്ത് പിടിച്ച് പതിയെ കസേരയിലേക്ക് ഇരുത്തി. ചുമരിൽ ചില്ലിട്ട് വച്ചിരുന്ന വലിയ പോർട്രേറ്റിലേക്ക് വൈജയന്തി നോക്കുന്നത് കണ്ട് രേവതിക്കുട്ടി പറഞ്ഞു, അതാണ് ഞങ്ങളുടെ ബ്രീത്താമമ്മി. വൈജയന്തി കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ബ്രീത്താമമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അലിനി ചേച്ചിയെ മമ്മിയുടെ കയ്യിൽ കിട്ടുമ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂന്ന്. ഒരു പക്ഷിക്കുഞ്ഞിനെ കൈവെള്ളയിൽ ഒതുക്കി പിടിക്കുമ്പോഴുള്ള ആംഗ്യത്തോടെ രേവതിക്കുട്ടി പറഞ്ഞു. വൈജയന്തിയുടെ മുഖം വികാരാധീനമായി. അയ്യോ, ഞാൻ കുടിക്കാനെടുത്തില്ലല്ലോ. രേവതിക്കുട്ടി കിച്ചണിലേക്ക് ഓടി. ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച ശേഷം രേവതിക്കുട്ടി തിടുക്കത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് അലീനയുടെ നമ്പർ ഡയൽ ചെയ്തു. പലവ്യഞ്ജനങ്ങളുടെ ഹോൾസെയിൽ കടയിൽ നിൽക്കുകയായിരുന്നു സ്റ്റാൻലിയും അലീനയും. ലിസ്റ്റ് നോക്കി അവൾ ഓരോ സാധനങ്ങൾ തൂക്കിയെടുപ്പിക്കുകയായിരുന്നു. സ്റ്റാൻലി സ്വീറ്റ്സും ബിസ്ക്കറ്റും മറ്റും അടുക്കിയ അലമാരകൾക്കിടയിലൂടെ ഒരു ബാസ്ക്കറ്റ് കയ്യിൽ തൂക്കി പിടിച്ച് നടക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൽ കോൾ വന്നപ്പോൾ അലീന ഹാൻഡ്ബാഗ് തുറന്നു നോക്കി. രേവതിക്കുട്ടിയാണ്. ഞങ്ങളിപ്പം കടയിൽ നിൽക്കുക മോളെ, ഇപ്പം വരും. രേവതിക്കുട്ടി ഇങ്ങോട്ടെന്തെങ്കിലും പറയുന്നതിന് മുൻപേ അലീന സംസാരിച്ചു തുടങ്ങി. അലീന ചേച്ചി, വാങ്ങിയതൊക്കെ മതി, ഇങ്ങ് വാ. എന്താടി? പാലായിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഒരു ഷോക്കേറ്റ പോലെ അലീനയുടെ ഉടലിലൊരു വിറയൽ പടർന്നു. ആരാ മോളെ? ആരായിരിക്കും മോളെ? ടെൻഷൻ അടുപ്പിക്കല്ലേ, പറയേ. അലീന ചേച്ചിയുടെ അമ്മ, സാക്ഷാൽ വൈജയന്തി. അലീനയുടെ വിരലുകളിലേക്കും വിറ പടർന്നു. രേവതിക്കുട്ടി വെറുതെ പറയില്ലെന്നറിയാം. എന്നിട്ടും അവൾക്ക് വിശ്വാസമാകുന്നില്ല. അലീനയുടെ മുഖത്തെ ഭാവപ്പകർച്ച കണ്ട് സ്റ്റാൻലി കൈയെടുത്ത് ആംഗ്യത്തിൽ കാര്യം എന്താണെന്ന് ചോദിച്ചു. അലീന കയ്യിലിരുന്ന ലിസ്റ്റ് പപ്പയുടെ കയ്യിൽ കൊടുത്തു. പപ്പ, ഒരു മിനിറ്റ്. കടയ്ക്ക് പുറത്തിറങ്ങി നിൽക്കാൻ നിർവാഹമില്ലായിരുന്നു. അതിനാൽ അവൾ ആളൊഴിഞ്ഞ ഒരു കോണിലേക്ക് മാറി. എപ്പോഴാ മോളെ വന്നത്? അലീനയുടെ ഒച്ചയിടറി. കുറച്ചു നേരമേ ആയുള്ളൂ. ഓഫീസ് റൂമിൽ ഇരുത്തിരിക്കുക. അവതക്കുട്ടിച്ചായനുണ്ട് കൂട്ടിന്. അമ്മ വല്ലത് സംസാരിച്ചോ? ഇല്ല, ചോദിക്കുന്നതിന് മറുപടി മാത്രം. എന്നെ അന്വേഷിച്ചോ മോളെ? ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു മാർക്കറ്റിൽ പോയിരിക്കുകയാണെന്ന്. ചേച്ചിയുടെ സ്വരമെന്താ വല്ലാതായത്? സ്വരത്തിനെന്താ? ഒരു വൈബ്രേഷൻ. ടെൻഷനായി അല്ലേ? ടെൻഷനൊന്നുമില്ല. എനിക്കറിയാം. അമ്മയെ ഫേസ് ചെയ്യുന്നത് ഓർക്കുമ്പം. അമ്മ ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ ആരെയും കണ്ടില്ല. ബസ്സിനാ വന്നതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഞാൻ മുൻപ് കണ്ടിട്ടുള്ള വൈജയന്തി അല്ല കേട്ടോ. കഴുത്തിലും കയ്യിലും ഒന്നുമില്ല. നമ്മളാ ആശ്രമത്തിൽ പോയപ്പം അവിടുത്തെ യോഗിനി ഉടുത്തിരിക്കുന്ന മാതിരി ഒരു വെള്ള സാരിയ വേഷം. അമ്മയുടെ മുഖത്ത് സന്തോഷമാണോ സങ്കടമാണോടി? ഒരു ശാന്തതയെ അലീന ചേച്ചി. എന്നാലും നമുക്ക് തോന്നും എന്തോ അടക്കി പിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. അമ്മ ഇന്ന് തിരിച്ചു പോന്നുണ്ടോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ എന്തെങ്കിലും കൊടുത്തോ അമ്മയ്ക്ക്? ചായ ഇടുക ചേച്ചി. ശരി. അലീന ഫോൺ വെച്ചു. പരവശിയായി അല്പസമയം നിന്നു. പിന്നെ മൊബൈൽ ഫോണിൽ ബബിതയെ വിളിച്ചു. ലൈൻ കിട്ടിയപ്പോഴേ ബബിതയുടെ ചോദ്യം വന്നു. അലീന ചേച്ചി, അമ്മ എത്തിയോ? നിനക്കറിയായിരുന്നോടി അമ്മ ഇങ്ങോട്ടാ പോന്നതെന്ന്? പിന്നെ അറിയാതെ ഞാൻ ചോദിക്കുവോ? എന്നിട്ടിപ്പോഴാണോ നീ പറയുന്നേ? നേരത്തെ പറയണമെന്ന് ഓർത്തതാ, പിന്നെ വിചാരിച്ചു മുന്നറിയിപ്പൊന്നും തരണ്ടാന്ന്. ഒരു സർപ്രൈസ് ഉണ്ടാവുന്നതല്ലേ ത്രില്ല്. അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാന്ന് വിചാരിച്ചിട്ടാ. സോറി.
ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് അലീന സ്റ്റാൻലിയുടെ സമീപം ചെന്നു. സ്റ്റാൻലി നെറ്റി ചുളിച്ച് അവളെ നോക്കി. നിന്റെ മുഖമെന്താ വല്ലാതെ? അത് പപ്പ, അമ്മ അമ്മ വന്നിട്ടുണ്ട്. എവിടെ? സ്റ്റാൻലി അമ്പരന്നു. സ്നേഹനികേതനത്തിൽ. സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അലീന കരയാൻ തുടങ്ങി. ചുരിദാറിന്റെ ഷാൾ ഉയർത്തി അവൾ കണ്ണു മൂടിയെങ്കിലും മറ്റാൾക്കാരും സെയിൽസ്മാൻമാരും അത് കണ്ടു. സ്റ്റാൻലി വല്ലാതായി. അയാൾ അടുത്തേക്ക് നീങ്ങി അവളുടെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് കരച്ചിലൊളിപ്പിക്കാൻ മറ്റൊരു സ്ഥലമുണ്ടായിരുന്നില്ല. സ്റ്റാൻലിയുടെ നെഞ്ചിലേക്ക് നെറ്റി മുട്ടിച്ചു നിന്ന് ഏങ്ങലടിച്ചു. സ്റ്റാൻലി ഇടത് കൈത്തലം കൊണ്ട് അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. മറ്റാളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ട് അയാൾ സെയിൽസ്മാനോട് പറഞ്ഞു, ഒന്നുമില്ല, ഒരു ഫോൺ കോൾ. ഭയങ്കര സെൻസിറ്റീവാ, ഒരു കാര്യമില്ല. സ്റ്റാൻലി കഴിയുന്നത്ര ലാഘവത്തോടെ ചിരിക്കാൻ ശ്രമിച്ചു. ആളുകൾ അമ്പരപ്പ് വിട്ട് ചെറുചിരിയോടെ അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അലീന പെട്ടെന്ന് ആത്മസംയമനം വീണ്ടെടുത്തു. നിവർന്ന് കണ്ണും കവിളും തുടച്ചു. സോറി പപ്പ. ഇറ്റ്സ് ഓക്കെ. സാധനങ്ങളൊക്കെ എടുത്തു തീർന്നു നോക്ക്, സ്റ്റാൻലി ഗൗരവത്തിൽ പറഞ്ഞു. അലീന ലിസ്റ്റ് വാങ്ങി നോക്കി. സെയിൽസ്മാനോട് എല്ലാം എടുത്തോ എന്ന് ചോദിച്ചു. ലിസ്റ്റ് അനുസരിച്ചുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ബില്ല് തീർത്ത് അവർ ഇറങ്ങി. സാധനങ്ങളെല്ലാം കടയിലെ ജോലിക്കാർ ജീപ്പിൽ കയറ്റിക്കൊടുത്തു. ജീപ്പ് ഓടിക്കുന്നതിനിടെ സ്റ്റാൻലി അലീനയെ ശ്രദ്ധിച്ചു. വിദൂരമായ ഒരു ബിന്ദുവിൽ നോട്ടം ഉറപ്പിച്ച മട്ടിലാണിരിപ്പ്. അവൾ ഈ ലോകത്തെങ്ങുമല്ലെന്ന് തോന്നി. രേവതിക്കുട്ടിയും ഔതക്കുട്ടിച്ചായനും ചേർന്ന് സ്നേഹനികേതനം കാട്ടിക്കൊടുക്കുകയായിരുന്നു വൈജയന്തിക്ക്. പുറമേ കാണുന്ന പോലെ അത്ര ശാന്തമല്ല അകത്തളങ്ങളെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. രോഗികളായ വൃദ്ധരുണ്ട്, പരാതിക്കാരുണ്ട്, വിശപ്പ് തീരാത്തവരുണ്ട്, മക്കൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടോ എന്ന് കാതോർത്തിരിക്കുന്നവരുണ്ട്. ദേ, ഈ വല്യപ്പച്ചന് ഷുഗറാ, എന്നാലും എപ്പോഴും ചോറും ഇഡലിയും ദോശയും തന്നെ വേണം. ലഡുവോ ജിലേബിയോ അലുവിയോ കിട്ടിയാൽ ഭയങ്കര സന്തോഷം, രേവതിക്കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പുറത്തെ കട്ടിലെ കിടക്കുന്ന അപ്പാപ്പന് ഓർമ്മക്കുറവാ. ആഹാരം കഴിച്ചതെല്ലാം മറന്നുപോകും. വല്ലതും കഴിച്ച് കൈ കഴുകി 5 മിനിറ്റ് കഴിയും മുൻപേ പ്ലേറ്റ് എടുത്ത് വീണ്ടും വന്നിരിക്കും. രേവതിക്കുട്ടി ചിരിച്ചു. വൈജയന്തി തലയാട്ടി കേട്ടു. ഡോർമെറ്ററിൽ കിടക്കുന്ന പലരും വൈജയന്തിയുടെ മനസ്സിൽ ചെറിയ നടുക്കം സൃഷ്ടിച്ചു. ജീവിതത്തിന്റെ എണ്ണവറ്റി കരിന്തിരി കത്തുന്ന മനുഷ്യക്കൊല്ലങ്ങൾ, മരണത്തിന്റെ കാലൊച്ച കേൾക്കുന്നവർ, അവസാന നാളുകളിലേക്ക് വേണ്ടി കുറച്ച് സ്നേഹവും ശുദ്ധവായുവും ഭക്ഷണവും മരുന്നും അവർക്കായി ഇവിടെ കരുതി വച്ചിട്ടുണ്ട്. അലീന ചേച്ചിയുടെ അമ്മ എന്ന് രേവതിക്കുട്ടി പരിചയപ്പെടുത്തിയപ്പോൾ ഇളം പച്ച നിറമുള്ള ഹൗസ് കോട്ടിട്ട് നല്ല അച്ചടക്കത്തോടെ ഇരുന്ന ഒരു സ്ത്രീ ചോദിച്ചു, ഹൂ ഈസ് അലീന ചേച്ചി? എന്റെ ചേച്ചി. രേവതിക്കുട്ടി ചിരിച്ചു. ഹൂ ആർ യു? ഞാൻ രേവതിക്കുട്ടി. നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നോ നീ? വൈജയന്തി അവരെ സൂക്ഷിച്ചു നോക്കി. 70 താഴെയെ പ്രായം കാണിക്കുന്നുള്ളൂ. മുടി പാതി നരച്ചു. മുഖത്ത് ഏതോ പ്രതാപകാലത്തിന്റെ പ്രൗഢി അവശേഷിക്കുന്നുണ്ട്. അഭിജാതി എന്ന് വ്യക്തം. ഹൂ ആർ യു? അവർ വൈജയന്തിയുടെ നേർക്ക് വീണ്ടും വിരൽ ചൂണ്ടി. അലീന ചേച്ചിയുടെ അമ്മയാണെന്ന് പറഞ്ഞില്ലേ? രേവതിക്കുട്ടി ആവർത്തിച്ചു. കണ്ടിട്ടില്ലല്ലോ. യുവർ നെയിം പ്ലീസ്? വൈജയന്തി. വൈജയന്തി, ഡു യു നോ ഹൂം ആം ഐ? ഐ ആം ദി പ്രിൻസിപ്പൽ ഓഫ് ദി ഹയർ സെക്കൻഡറി സ്കൂൾ ആവേ മരിയ. ഐ ആം കമ്മിങ് ഫ്രം ദർ. എന്റെ കുടുംബം അറിയാമോ? മല്ലേപ്പള്ളിക്കാരെന്ന് പറഞ്ഞ അങ്കമാലിയിലും ചാലക്കുടിയിലും അറിയാത്തവരില്ല. ചാലക്കുടി ടൗൺ എന്റെ അപ്പൻ ആഞ്ചലോസിൻ്റെതായിരുന്നു. കുറെ വിറ്റു, കുറെ ദാനം ചെയ്തു. മല്ലപ്പള്ളി ആഞ്ചലോസ് എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് നടന്നോ, അവിടെ നിന്നാൽ വർത്തമാനം തീരില്ല, ഔതക്കുട്ടിച്ചൻ വൈജയന്തിയോട് പറഞ്ഞു. അവർ അടുത്ത കട്ടിലിനടുത്തേക്ക് നീങ്ങി. ടീച്ചറായിരുന്നു നൈജീരിയയിൽ. പഴയ MSSC റാങ്ക് ഹോൾഡറാ. പറഞ്ഞിട്ടെന്താ കാര്യം? റിട്ടയറായി കഴിഞ്ഞപ്പം ആർക്കും വേണ്ട. 2 മക്കളിൽ ഒരാൾ മർച്ചന്റ് നേവിയില. നോർവേ എന്ന് പറയുന്ന ഒരു രാജ്യത്താ. മകൾ ഇറ്റലിയിൽ. നോക്കാൻ ആരുമില്ല. കുറെ കാലം ഒറ്റയ്ക്ക് ജീവിച്ചു. പിന്നെ കുറേശ്ശെ ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങി. ഉണ്ടായിരുന്ന സ്വത്ത് ബന്ധുക്കളാരോ സൂത്രത്തിൽ ഒപ്പിടിപ്പിച്ച് സ്വന്തമാക്കി. അങ്ങനെയാ ഇവിടെ. രേവതിക്കുട്ടി വിശദീകരിച്ചു. പ്രമേഹം വന്ന് കാലിൽ വിണ്ടുപൊട്ടി വ്രണങ്ങളുമായി കിടക്കുന്ന ഒരാൾ. ഇനിയൊരു സ്ത്രീ ക്യാൻസർ രോഗിയാണ്. വൈജയന്തിയുടെ ചുമലിൽ ആരോ തോണ്ടി. വൈജയന്തി പെട്ടെന്ന് മുഖം തിരിച്ചു. ഹൂ ആർ യു? കണ്ടിട്ടില്ലല്ലോ. നൈജീരിയക്കാരി ടീച്ചർ വീണ്ടും. അല്പം മുൻപ് പരിചയപ്പെട്ടതെല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. വെളിയിൽ ജീപ്പിന്റെ ഇരമ്പം കേട്ടു. അലീന ചേച്ചി വന്നു. അത് അലീന ചേച്ചിയുടെ പപ്പായുടെ ജീപ്പാ, രേവതിക്കുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞതുപോലെ തോന്നി വൈജയന്തിക്ക്. ഹൃദയത്തിന്റെ ചക്രവാളത്തിൽ ഒരു കടന്തുടി മുഴങ്ങുന്നു. സാധനങ്ങൾ ഇറക്കാനായി ജംഗ്ഷനിൽ നിന്ന്
2 ചുമട്ടുതൊഴിലാളികൾ ജീപ്പിന്റെ പിന്നിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവരോട് സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ട് അലീന അകത്തേക്ക് കയറി. ഡോർമിറ്ററിയുടെ വാതിൽ കടന്നപ്പോൾ അവൾ കണ്ടു, നിരനിരയായി ഇട്ട കട്ടിലുകൾക്കിടയിൽ രേവതിക്കുട്ടിയോടും അവധക്കുട്ടിച്ചാനോടുമൊപ്പം വൈജയന്തി. ആരോ പിടിച്ചു നിർത്തിയ പോലെ അലീന അവിടെ നിന്നുപോയി. വൈജയന്തിയും അലീനയെ കണ്ടു കഴിഞ്ഞിരുന്നു. വൈജയന്തിയുടെ നോട്ടം ചുമരിലൂടെ നിരൂപിച്ചിട്ട കട്ടിലുകളിലൂടെ പതറി സ്വന്തം കാൽച്ചോട്ടിൽ വന്നു തങ്ങി. അവളുടെ കണ്ണിൽ ഒരെണ്ണപ്പാട വന്നു മൂടി. എല്ലാ കാഴ്ചകളും അവ്യക്തമായി. പെട്ടെന്നുണ്ടായ ആ സ്തംഭനാവസ്ഥ മനസ്സിലാക്കി അവധക്കുട്ടിച്ചാൻ പറഞ്ഞു, സാധനങ്ങൾ ഇറക്കാൻ ആളില്ലായിരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയാൾ അലീന നിൽക്കുന്നിടത്തേക്ക് നടന്നു. അപ്പോഴേക്കും സ്റ്റാൻലിയും അലീനയുടെ സമീപത്തേക്ക് എത്തി. അതുവരെ ഉണ്ടായിരുന്ന മുറുക്കം ഒന്നയഞ്ഞു. രേവതിക്കുട്ടി വൈജയന്തിയെ നോക്കി. ആ മുഖത്ത് ഭാവവൈവശ്യം മറയ്ക്കാനാകാത്തത്ര പ്രകടമായിരുന്നു. ഇവിടെ കറണ്ടില്ലേ? സ്റ്റാൻലി രേവതിക്കുട്ടിയോട് ചോദിച്ചു. ഇല്ല, ഇതുവരെ വന്നില്ല. സന്ധ്യയാകാൻ പോകുന്നല്ലോ. ഇതിനിടയിൽ ചുമട്ടുതൊഴിലാളികൾ അലീനയെ വിളിച്ചു. അവൾ മുൻവരാന്തയിലേക്ക് തിരികെ പോയി. തൊഴിലാളികൾ അരിച്ചാക്കും ആട്ടമാവിന്റെ ചാക്കും മറ്റു സാധനങ്ങളുമെല്ലാം ഇറക്കി വരാന്തയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലിയും മൗതക്കുട്ടിച്ചയനും അവളുടെ പിന്നാലെ വരാന്തയിലേക്ക് വന്നു. ഈ വരാന്തയിൽ വെച്ചാൽ മതിയോ, സ്റ്റോറിലോട്ട് എടുത്തു വയ്ക്കണോ? ചുമട്ടുതൊഴിലാളികളിൽ ഒരാൾ ചോദിച്ചു. വേണം, അലീന പറഞ്ഞു. അവർ ചാക്കുകെട്ടുകളും മറ്റു പ്ലാസ്റ്റിക് പാക്കറ്റുകളും സൂക്ഷ്മതയോടെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അലീന അതെല്ലാം എവിടെ വയ്ക്കണമെന്ന് പറയാൻ വേണ്ടി അവരോടൊപ്പം ചെന്നു. വൈജയന്തി സാവധാനം മുൻവരാന്തയിലേക്കെത്തി. അവിടെ സ്റ്റാൻലിയും മൗതക്കുട്ടിച്ചാനും നിൽപ്പുണ്ടായിരുന്നു. ചുമട്ടുകാർ സാധനങ്ങളെല്ലാം സ്റ്റോറിൽ എത്തിച്ച് തീരുമ്പോഴേക്കും ഒന്നും രണ്ടുമായി മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ? ചുമട്ടുകാരിൽ ഒരാൾ അകത്തേക്ക് നോക്കി ചോദിച്ചു. അത് അലീനയോടായിരുന്നു. പോകല്ലേ, പൈസ തന്നില്ലല്ലോ, ദാ വരുന്നു. അവൾ ഹാൻഡ്ബാഗുമായി വന്നപ്പോഴേക്കും ചുമട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞു. ദാ പൈസ വാങ്ങിച്ചോണ്ട് പോ, അലീന വരാന്തയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ വാങ്ങിച്ചോളാം. മഴത്തുള്ളി വീഴാതെ തലയ്ക്കുമീതെ കൈപ്പടം വിടർത്തിപ്പിടിച്ച് ഓടുന്നതിനിടയിൽ ഒരാൾ തിരിഞ്ഞു നോക്കി വിളിച്ചു പറഞ്ഞു. ഇത്തവണയും അവർ പൈസ വാങ്ങിയില്ല. അലീന സ്റ്റാൻലിയോട് ആവലാതിപ്പെട്ടു. ഇതുകൂടി ചേർത്ത് അവർ വേറെ എവിടുന്നെങ്കിലും വാങ്ങിച്ചോളൂ, സ്റ്റാൻലി ചെറുചിരിയോടെ പറഞ്ഞു. എന്നാലും പണിയെടുത്തിട്ട് പൈസ വാങ്ങാതെ പോകുന്നത് സങ്കടമാ, അലീന പറഞ്ഞു. അവർക്ക് നിന്നെ ഇങ്ങനെയല്ലേ സഹായിക്കാൻ പറ്റൂ? മഴ ശക്തിയാർജിച്ചു തുടങ്ങി. പകൽ വെളിച്ചം തീരെ മങ്ങി. ഇന്ന് കറണ്ട് വരുന്ന ലക്ഷണമില്ല. ഔതക്കുട്ടിച്ചാൻ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി. രേവതിക്കുട്ടി മുറികളിലും ഡോർമിറ്ററിയിലും ഷെഡിലുമെല്ലാം മെഴുകുതിരി കൊളുത്തി വെച്ചുകൊണ്ടിരുന്നു. സിന്ധു അവളെ സഹായിക്കാനെത്തി. സ്റ്റാൻഡിയുടെ ജീപ്പ് മുറ്റത്ത് കിടന്ന് നനഞ്ഞു. അലീന ഒരു ഗ്ലാസൈറ്റ് റാന്തൽ കൊളുത്തിക്കൊണ്ടുവന്ന് വരാന്തയ്ക്ക് കുറുകിയുള്ള അരഭിത്തിയിൽ വെച്ചു. വൈജയന്തി വരാന്തയുടെ തൂണും ചാരി മഴ പെയ്യുന്നത് നോക്കി നിന്നു. സ്റ്റാൻലി അസ്വസ്ഥനായിരുന്നു. വൈജയന്തിയെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നതിന്റെ സംഘർഷം ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ട്. മിണ്ടാതെ നിൽക്കുന്നത് തീരെ ശരിയല്ലെന്ന് തോന്നി. പക്ഷേ എന്തു ചോദിച്ചാലും എന്തു പറഞ്ഞാലും അതെല്ലാം അർത്ഥമില്ലാത്ത ഭംഗിവാക്കായി പോകുമെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ ആരെങ്കിലും അവരോട് സംസാരിച്ചേ പറ്റൂ. അയാൾ മുഖം തിരിച്ച് വൈജയന്തിയെ നോക്കി. അപ്പോൾ തന്നെ വൈജയന്തിയെ നോക്കി. എപ്പോഴാ പാലായിന്ന് പോന്നത്? സ്റ്റാൻലി ഒരു തുടക്കമിട്ടു. ഉച്ചയ്ക്ക്, വൈജയന്തി പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ടാണോ പോന്നത്? ഇവിടെ സ്നാക്സ് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. ചായയും കാണും. ചായ കുടിച്ചു. രേവതിക്കുട്ടി തന്നു. ഇനി എന്താ സംസാരിക്കേണ്ടത് എന്ന് സ്റ്റാൻലി ആലോചിച്ചു. സുഖമാണോ എന്ന് ചോദിക്കണോ? വേണ്ട. ഒരർത്ഥമില്ലാത്ത ചോദ്യം. പിന്നെ സ്റ്റാൻലി വെറുതെ പറഞ്ഞു. മഴയുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. ഞാനും ഓർത്തില്ല, വൈജയന്തി പറഞ്ഞു. ഈ സ്ഥലം കൊള്ളാമല്ലേ? ഞാൻ ആദ്യം കാണുമ്പം ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാ. അവൾക്ക് ഈ സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധം. ഇവിടെയല്ലേ അവൾ വളർന്നത്. വെറുമൊരു പരിചയക്കാരിയോട് പറയുന്നത്ര ലാഘവത്തോടെയാണ് പറഞ്ഞതെങ്കിലും വൈജയന്തിയുടെ ഒരു നോട്ടത്തിന്റെ ആഴം അയാളെ സ്തബ്ധനാക്കി. അലീനയെ പ്രസവിച്ച സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത്. തന്നിൽ നിന്നാണ് അവളെ ഗർഭം ധരിച്ചത്. ഈ സ്ത്രീയും താനും തമ്മിൽ ഒരു കാലത്ത് മനസ്സുരുക്കി പ്രണയിച്ചിട്ടുണ്ട്. താൽക്കാലികമായിരുന്നുവെങ്കിലും ഒരു ഉടമ്പടി രജിസ്റ്റർ ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ട്. ഇവളുടെ മടി തലവെച്ച് കിടന്ന് ഇവളുടെ തലോടലേറ്റ് ഭാവി ജീവിതത്തെപ്പറ്റി വളരെ നീണ്ട ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവളെ കൺകുളിർക്കെ ഒന്ന് കാണുവാൻ വേണ്ടി ആഗ്രയിലെ സെന്റ് ക്ലെയർ സ്കൂളിന്റെ പരിസരത്ത് അനേകം തവണ താൻ കാത്തു നിന്നിട്ടുണ്ട്. അന്ന് ഇവൾക്ക് ചുറ്റുമായിരുന്നു തന്റെ ഭൂമിയും സ്വപ്നങ്ങളും ജീവിതവും ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള സ്നേഹസ്മരണകൾ അയാളുടെ മനസ്സിൽ നഷ്ടബോധവും നൊമ്പരവും നിറച്ചു. വിഷാദത്തോടെ
അയാൾ വൈജയന്തിയെ നോക്കി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അവൾ നിന്റെ മോളാണെന്ന് ഞാൻ പറയണമെന്ന്. അതും സാധിച്ചില്ല. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, സ്റ്റാൻലി വികാരനിർഭരനായി പറഞ്ഞു. വൈജയന്തിയുടെ മുഖത്ത് വേദനയുടെ നിഴൽ അയാൾ കണ്ടു. ലാലച്ചൻ ക്ഷമിക്കണം. അറിയാതെയാണെങ്കിൽ പോലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. 25 വർഷക്കാലം ഞാൻ ലാലച്ചനെ തെറ്റിദ്ധരിച്ചു, വെറുത്തു. കല്യാണം നടത്താൻ അമ്മയുടെയെങ്കിലും സമ്മതം വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയാൾ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ വൈജയന്തിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതിന്റെ നനവും വെറിയലും സ്റ്റാൻലിയുടെ ഹൃദയത്തിലേക്ക് തരിച്ചു കയറി. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, സ്റ്റാൻലി പറഞ്ഞു. മനസ്സിൽ തോന്നിയ ദേഷ്യവും പകയും പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുന്നതിൽ എന്തർത്ഥം? ആരെയും പഴിക്കുന്നതിലും അർത്ഥമില്ല. നമ്മുടെ വിധി ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. നമുക്കവളെ തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ആഗ്രഹിച്ച മകളെ, നീ എനിക്ക് തരാൻ കൊതിച്ച മകളെ. വൈജയന്തി പതിയെ ശിരസനക്കി. കണ്ണുകളിൽ ഊറിവന്ന നീർത്തുള്ളികളെ തുളുമ്പാൻ അനുവദിക്കാതെ അവൾ ആകാശത്തെ മഴയിലേക്ക് മുഖമുയർത്തി പിടിച്ചു. അലീന എപ്പോഴോ വാതിക്കലെത്തിയപ്പോൾ പപ്പയും അമ്മയും സംസാരിക്കുന്നത് കണ്ടു. അവർണ്ണനീയമായ ഒരാനന്ദവും ഒപ്പം നൊമ്പരവും അവളുടെ ഹൃദയത്തിലൊരു വേലിയേറ്റമുണ്ടാക്കി. 2 നിമിഷം ഇമയനക്കാതെ അങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് അവൾ പിന്മാറി. പിന്നീട് രേവതിക്കുട്ടി കാണുമ്പോൾ അലീന പിൻവരാന്തയിലെ ഭിത്തിയിൽ ചാരി ഇരുട്ടിന്റെ മറവിൽ നിന്ന് നിശബ്ദം കരയുകയാണ്. എന്തിനാ അലീന ചേച്ചി കരയണേ? രേവതിക്കുട്ടി പരിഭ്രമിച്ചു. എനിക്കറിഞ്ഞുകൂടാ, അലീന തേങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.